നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ഡേറ്റാബേസുകൾ വരാം? ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ടേബിൾസ് ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ടേബിൾസ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഓൺലൈൻ നമ്മുടെ ഷോപ്പിംഗ് സിസ്റ്റത്തിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ടേബിളുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് നമുക്ക് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റമർ അല്ലെങ്കിൽ ആരാ? യൂസർ ഇല്ലേ? അങ്ങനെ ഒരാൾക്കാരുണ്ടല്ലോ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റില് ഇല്ലേ? നമ്മൾ അതായത് സാധാ യൂസ് ചെയ്യുന്ന യൂസേഴ്സ് അല്ലെങ്കിൽ അവരെ നമ്മൾ എന്നാന്ന് പറയുന്നത്? കസ്റ്റമർ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്. പിന്നെ ഇതിനകത്ത് ആര് വരാൻ സാധ്യതയുണ്ട്? കസ്റ്റമർ ഉണ്ട്. അതായത് ഇവിടെ വരാൻ സാധ്യതയുള്ള ടേബിൾസ് ആണ് ഈ പറയുന്നത് കേട്ടോ. കസ്റ്റമർ ഉണ്ട്. ഇനി ആരുണ്ടായിരിക്കും? നമുക്ക് പ്രോഡക്റ്റുകൾ അല്ലേ? അതായത് ഷോപ്പിംഗ് സൈറ്റ് ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് എന്തുണ്ടായിരിക്കും? പ്രോഡക്റ്റുകളല്ലേ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടായിരിക്കും? പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. അപ്പം പ്രോഡക്റ്റ്. ഇനി എന്താണ് മൂന്നാമത്തെ? ഇനി നമുക്ക് ഇപ്പൊ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പല കാറ്റഗറി വൈസ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്തൊരു ഡേറ്റാബേസും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡേറ്റാബേസും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ടേബിൾ എന്താണ്? നമുക്ക് സെല്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെ? ഒരു ഡേറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? നമുക്ക് ഓർഡർ കൊടുക്കുന്ന ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യത്തില്ലേ? ഷോപ്പിംഗ് ഓർഡർ, അതായത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യത്തില്ലേ? അപ്പം അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ നമുക്ക്, അല്ലെ ഡേറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെന്താ? ഡെലിവറി, അതായത് നമുക്ക് സാധനം എന്ന് ഡെലിവറി ചെയ്ത് കിട്ടും, അതിന് വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതൊക്കെ ചിന്തിച്ച് നിങ്ങൾ ആലോചിച്ച് എന്തൊക്കെ, അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അവിടെ എന്തൊക്കെ നിങ്ങൾ കാണുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള സിസ്റ്റംസ് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരത്തുള്ളൂ. അപ്പം അത് നോക്കി മനസ്സിലാക്കി അതിനെ പറ്റി ആലോചിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സാമിന് മുന്നേ നിങ്ങൾ 1-2 എണ്ണം ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. എക്സാമിന് പോയിരുന്ന അപ്പൊ ആലോചിച്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം തികയത്തില്ല. ഓക്കെ, അപ്പം ഡെലിവറീസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ടേബിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? പിന്നെ നമുക്ക് പേയ്മെന്റ്, അതായത് നമ്മൾ പേ ചെയ്യത്തില്ലേ? അപ്പൊ പേയ്മെന്റിന്റെ ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ട്രാൻസാക്ഷന്റെ റിപ്പോർട്ടുകളല്ല, അതായത് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ട്രാൻസാക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് ചെയ്ത്, നമ്മൾ ഇന്ന ഐറ്റം ഓർഡർ ചെയ്ത് ഇത്ര രൂപ കൊടുത്ത് ഇന്ന ദിവസം അത് വരും എന്നൊക്കെയുള്ള റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത്രയും എന്ത് വന്നു? നമുക്ക് ഡേറ്റാബേസ്, അതായത് ടേബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഇത്രയും ടേബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇതിനകത്തുള്ള മെമ്പേഴ്സ് വേണ്ടേ? ഇതിനകത്ത് മെമ്പേഴ്സ് ഉണ്ട്, അതായത് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആദ്യത്തെ ടേബിൾ കിടക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് എന്തൊക്കെ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും? അതായത് ഏതൊരു ടേബിൾ എടുത്താലും അതിനെ യൂണിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമായിരിക്കണം? അതിനൊരു ഐഡി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു ടേബിളിനെ യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രൈമറി കീ ഫീൽഡ് നമ്മൾ ഇവിടെ ആദ്യമേ കൊടുക്കുക. അപ്പം അതെങ്ങനെയാണ്? ഇപ്പൊ കസ്റ്റമറുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? കസ്റ്റമർ ID എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ CUST_ID എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതെന്ന് പറയുന്ന എന്ത് ഫീൽഡാണ്? പ്രൈമറി കീ ഫീൽഡ് ആണ് കേട്ടോ. ഐഡികളെല്ലാം എന്ത് ഫീൽഡ് ആയിരിക്കും? പ്രൈമറി കീ ഫീൽഡ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് എന്ത് വരാം? കസ്റ്റമറുടെ എന്നാ വരാം? നെയിം വരാം. പിന്നെ എന്നാ വാല്യൂസ് ഇതിനകത്ത് വരാം? അയാളുടെ കോണ്ടാക്ട് അഡ്രസ്സ് അല്ലേ? അഡ്രസ്സ് വരാം. പിന്നെന്താണ്? മൊബൈൽ നമ്പർ വരാം.
പിന്നെന്താണ് സ്റ്റേറ്റ്, പ്ലേസ്, അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് ഇതിനകത്ത് വരാം. ഓക്കെ, അപ്പൊ അത് ഫുൾ ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ അവിടെ എക്സെട്ര ഇട്ടു. ഓക്കെ, അപ്പൊ അതെല്ലാം എന്തിനകത്ത് വരുന്ന ഫീൽഡുകളാണ്? കസ്റ്റമർ എന്ന് പറയുന്ന ഈ ടേബിളിന്റെ വാല്യൂസ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്തിനാവശ്യമുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ ER ഡയഗ്രാം പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ വാല്യൂസുകൾ, അതായത് എൻറ്റിറ്റീസും ആട്രിബ്യൂട്ടും നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ, അല്ലാതെ ഞാൻ വെറുതെ പറഞ്ഞു തരുന്നതല്ല. നമുക്കൊരു ER ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് എന്താണ് വേണ്ടത്? നെക്സ്റ്റ് ഫീൽഡ് എന്താ ഞാൻ കൊടുത്തിരിക്കുന്നത്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രോഡക്റ്റിനകത്ത് എന്തൊക്കെ വരാം? എന്തൊക്കെയായിരിക്കും അതിന്റെ വരുന്ന അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? അപ്പം ഫസ്റ്റ് എല്ലാം എന്ത് തന്നെയാണ്? പ്രോഡക്റ്റ് ID കേട്ടോ. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലേ? പ്രോഡക്റ്റ് ID എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അപ്പം ഇതിനകത്ത് വാല്യൂസ് കൊടുക്കുമ്പോഴേക്ക് നിങ്ങൾ വെറുതെ സ്പേസുകൾ ഒന്നും കൊടുക്കരുത് കേട്ടോ. എന്ത് കൊടുക്കണം? അണ്ടർസ്കോർ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം വാല്യൂസ് പേര് കൊടുക്കാൻ വേണ്ടി. അതായത് നിങ്ങൾ ഇത് പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ സ്പേസ് ഒന്നും, അതായത് നെയിം സ്പേസിനൊന്നും അതിനകത്ത് എന്ത് ചെയ്യത്തില്ല, ആക്സസ് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ അണ്ടർസ്കോർ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഈ സ്പേസ് വരുന്ന സ്ഥാനത്തിന് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് ID നമ്മൾ കൊടുത്തു. പിന്നെ നമുക്ക് എന്നാ കൊടുക്കാം? പ്രൊഡക്റ്റിനകത്ത് പ്രോഡക്റ്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? അപ്പൊ ഈ പ്രോഡക്റ്റ് ID എന്ന് പറയുന്നത് എന്ത് ഫീൽഡാണ്? പ്രൈമറി കീ ഫീൽഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി ആയിട്ട് ഒരു അസോസിയേഷൻ അതിന് വരുന്നില്ലേ? കാറ്റഗറി ആയിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതായത് പ്രോഡക്റ്റിനെ അല്ല നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് എന്ത് വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെ എന്ത് ഫീൽഡുകൾ ഇതിനകത്ത് വരും? അതായത് നമ്മുടെ കാറ്റഗറിയുടെ എന്തുണ്ടായിരിക്കും? ഞാനിപ്പോ ക്യാറ്റ് അണ്ടർസ്കോർ ID എന്ന് കൊടുക്കുവാണ്. ക്യാറ്റ് അണ്ടർസ്കോർ ID, അതായത് കാറ്റഗറിക്കകത്ത് വരുന്ന ID ആണ് എന്തെന്ന് പറയുന്നത്? ഈ ക്യാറ്റ് അണ്ടർസ്കോർ ID എന്ന് പറയുന്നത്. അപ്പം ഒരു ടേബിളിലെ പ്രൈമറി കീ എന്ന് പറയുന്ന മറ്റൊരു ടേബിളിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് എന്തായി? ഫോറിൻ കീ ആയി. ഓക്കെ, ഞാനതിപ്പോ താഴെ ആ ഫീൽഡും കൂടെ കൊടുക്കും, അതായത് ക്യാറ്റ് അണ്ടർസ്കോർ ID. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? കാറ്റഗറീസ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീയാ അല്ലേ? അപ്പം ഇതിങ്ങനെ കൊടുക്കാൻ കാരണം എന്താ? പ്രോഡക്റ്റും കാറ്റഗറിയും തമ്മിലൊരു ബന്ധമില്ലേ? അപ്പൊ ആ ബന്ധം, അതായത് അത് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അപ്പം ആ ഒരു പ്രോഡക്റ്റ്, അതായത് നമ്മൾ കാറ്റഗറി വൈസ് ആയിരിക്കും നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു കാറ്റഗറിയുടെ എന്തിനെ നമ്മൾ ഇതിനകത്ത് ഫോറിൻ കീ ആയിട്ട് കൊടുക്കുന്നുണ്ട്? അതിന്റെ പ്രൈമറി കീ നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? നമ്മുടെ പ്രൊഡക്റ്റ് ടേബിളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരിടത്തെ പ്രൈമറി കീ മറ്റൊരിടത്ത് വരുമ്പോൾ അത് എന്തായിട്ട് മാറി? ഫോറിൻ കീ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അത് അവിടെ വന്നു. ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് വരിക? പ്രൊഡക്റ്റിനകത്ത് ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരും? പ്രൊഡക്റ്റിന്റെ നെയിം. ഇനി പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ അത്രയും ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഫീൽഡ് കൊടുത്ത് കാണിക്കുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പ്രൊഡക്റ്റ് നെയിം, ഓക്കെ, അത്ര അതിനകത്ത് കൊടുത്തു. ഇത് എന്തിന്റെ വാല്യൂസ് ആണ്? നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടേബിളിന്റെ വാല്യൂസ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന എന്താണ്? കാറ്റഗറി ആണ് അല്ലേ? അപ്പൊ കാറ്റഗറിക്കകത്ത് ഓൾറെഡി ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? കാറ്റഗറി ID എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്ത് ഫീൽഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു? അതെന്ന് പറയുന്ന പ്രൈമറി കീ ഫീൽഡ് ആണെന്ന് പറഞ്ഞു. ഇനി അതിനകത്ത് എന്തുണ്ട്? കാറ്റഗറി നെയിം ഉണ്ട്, കാറ്റഗറി ടൈപ്പ് ഉണ്ട്. ഓക്കെ, കാറ്റഗറി നെയിം നമുക്ക് കൊടുക്കാം. പിന്നെന്താണ്? അതിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇത്രയും മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാറ്റഗറി നെയിമും പിന്നെ എന്താണ്? കാറ്റഗറിയുടെ ടൈപ്പും. ഓക്കെ, അപ്പൊ അത്ര അതിനകത്ത് വന്നു. ഇനി സെല്ലർ. അപ്പം സെല്ലറിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സെല്ലറുടെ ID ഉണ്ട്, അതേപോലെ തന്നെ അയാളുടെ പ്രോഡക്റ്റിന്റെ ID നമുക്ക് കൊടുക്കാം. പിന്നെന്താണ്? സെല്ലറുടെ നെയിമും കൊടുക്കാം അല്ലെ? നിങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളവരല്ലേ ഓൺലൈനായിട്ട്? അപ്പൊ ഇതൊക്കെയല്ലേ സെല്ലർക്ക് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒന്ന്, സെല്ലർക്ക് ഒരു ID ഉണ്ടായിരിക്കും അല്ലേ? അപ്പം സെല്ലർ ID എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെന്താണ്? അത് ഈ സെല്ലർ എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്ഷൻ അയാൾക്ക് ഉണ്ടായിരിക്കും? ഐറ്റവുമായിട്ട് അല്ലെ പ്രൊഡക്റ്റുമായിട്ട് അയാൾക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ? പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഞാൻ മേളി പ്രൊഡക്റ്റ് എങ്ങനെയാ കൊടുത്തത്? പ്രൊഡക്റ്റ് ID. അപ്പൊ പ്രൊഡക്റ്റ് ID എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത് എന്തായിട്ട് വരുന്നുണ്ട്? പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ID എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തു. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ എന്തായി? ഫോറിൻ കീ ആയിട്ട് മാറി. ഓക്കെ, ഇതിവിടെ ഞാൻ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുകയാണ്. പ്രൈമറി കീ. ഓക്കെ, പിന്നെ എന്ത് കൊടുക്കാം നമുക്ക് ഇവിടെ? സെല്ലറുടെ നെയിമും കൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത്രയും ഫീൽഡുകളാണ് എവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ സെല്ലർ എന്ന് പറയുന്ന ടേബിളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഷോപ്പിംഗ് ഓർഡറിന്റെ ഉണ്ട്. ഓർഡർ ടേബിളിനകത്ത് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? അതിനകത്ത്
ഓർഡർ ID നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് എന്നാ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? അത് ഓർഡർ ആരാ ചെയ്യുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? കസ്റ്റമർ ID നമുക്ക് കൊടുക്കാം അല്ലേ? പിന്നെന്താണ്? ഓർഡർ ചെയ്ത ഡേറ്റ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അതിനകത്ത് വന്നു. ഇനി ഡെലിവറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്ത് വരും? ഡെലിവറിയുടെ ID നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് എന്നാ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? കസ്റ്റമർ ID, അതായത് ഏത് കസ്റ്റമറിന് എന്ന് ഡെലിവർ ആകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? പിന്നെ അതിനകത്ത് എന്തും കൂടെ കൊടുക്കാം? ഡേറ്റ് ഫീൽഡും കൂടെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. അപ്പൊ ഈ പേയ്മെന്റ് ടേബിളിൽ എന്തൊക്കെ വാല്യൂസ് ആയിരിക്കും വരുന്നത്? ഒന്നെന്താണ്? പേയ്മെന്റിന്റെ ID വരുന്നുണ്ട്. പിന്നെന്താണ്? കാറ്റഗറി അല്ലേ? അതായത് കാറ്റഗറി വൈസ് അല്ലേ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ കാറ്റഗറിയുടെ എന്ത് വരുന്നുണ്ട്? ID വരുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്? ഡേറ്റ്, അതായത് നമ്മൾ എന്നാണ് പേ ചെയ്തതെന്നുള്ള ഡേറ്റും അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. ഇനി എന്താണ്? നമ്മുടെ ട്രാൻസാക്ഷൻ റിപ്പോർട്ടാ. അപ്പൊ അതിനകത്ത് എന്തൊക്കെയായിരിക്കും വരുന്നത്? ട്രാൻസാക്ഷൻ റിപ്പോർട്ടിനകത്ത് നമ്മളിപ്പം ഈ കൊടുത്തിട്ടുള്ള എല്ലാത്തിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടും. അപ്പൊ ഇതിന് കോമൺ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പം ട്രാൻസാക്ഷൻ അണ്ടർസ്കോർ ID എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫീൽഡ് കൊടുത്തു. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? കസ്റ്റമറുടെ റിപ്പോർട്ട് നമുക്ക് കാണാൻ, കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ ആ ID ഫീൽഡ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓർഡറിന്റെ നമ്മൾ ID ഫീൽഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്നാ പ്രൊഡക്റ്റിന്റെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിന്റെ ID ഫീൽഡ് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ID ഫീൽഡ് ഇവിടെ കൊടുത്തു. പിന്നെന്താണ്? പേയ്മെന്റിന്റെ ID ഫീൽഡ് നമ്മൾ ഇവിടെ കൊടുത്തു. അതായത് റിപ്പോർട്ടാണ് ഇതിന്റെ എല്ലാത്തിന്റെ എന്താണ്? ഒരു റിപ്പോർട്ട് നമുക്ക് വ്യൂ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫീൽഡുകളെല്ലാം ഇവിടെ കൊടുത്തത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ഡേറ്റാബേസ്, ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ടേബിളിനകത്ത് ഉണ്ടായിരിക്കേണ്ട എന്തൊക്കെയാണ്? ടേബിളിന് ഒരു നെയിം ഉണ്ടായിരിക്കും, അതിന്റെ ആട്രിബ്യൂട്ടുകളും ഉണ്ടായിരിക്കും. എൻറ്റിറ്റീസും ആട്രിബ്യൂട്ടുകളും ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ ആ എൻറ്റിറ്റീസ് തമ്മിൽ റിലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആട്രിബ്യൂട്ടുകൾ നമ്മൾ എന്ത് ഷെയർ ചെയ്ത്, അതായത് ഒരു ടേബിളിലുള്ള വാല്യൂസ് എന്ന് പറയുന്ന മറ്റൊരു ടേബിളിൽ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് വാല്യൂസ് ചുമ്മാ വരുമല്ല, ഒരു ടേബിളിലെ പ്രൈമറി കീ എന്ന് പറയുന്ന മറ്റൊരു ടേബിളിൽ എന്താണ്? ഫോറിൻ കീ ആണ്. ഓക്കെ. അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എല്ലാ ടേബിളിനെ യൂണിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അതിനകത്ത് എന്ത് ഫീൽഡും ഉണ്ടായിരിക്കും? പ്രൈമറി കീ ഫീൽഡും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അത്രയും ഫീൽഡുകളൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ ഈ ഫോറിൻ കീ, പ്രൈമറി കീ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരു ടേബിളിനെ യൂണിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ പ്രൈമറി കീ എന്ന് പറഞ്ഞത്. അത് തന്നെ മറ്റൊരു ടേബിളിൽ വരുമ്പോഴാണ് ഫോറിൻ കീ ആണ്. അപ്പൊ ആദ്യത്തെ ടേബിളിൽ എങ്ങനെയാണോ നമ്മൾ ആ വാല്യൂ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. അതായത് ഇവിടെയാണെന്നുള്ള ഞാൻ കസ്റ്റമർ ID എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്? കസ്റ്റമർ ID. അപ്പൊ ഈ കസ്റ്റമർ ID എന്ന് പറഞ്ഞിട്ട് എനിക്ക് താഴെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ട് ആ സ്പെല്ലിംഗ് CUST ID എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. അല്ലാതെ വേറെ ഇവിടെ വരുമ്പോ അത് വേറെ രീതിക്കല്ലേ, വേറെ സ്പെല്ലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ടേബിളും അതിന്റെ എന്തും ക്രിയേറ്റ് ചെയ്യുന്നത്? ഫീൽഡുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്നാ ക്രിയേറ്റ് ചെയ്യാൻ ഈസിയാണ്? നമ്മുടെ ER ഡയഗ്രം നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ER ഡയഗ്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു ER ഡയഗ്രത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു അതിനകത്ത് വരുന്നത്? ഇത് ഒരു എന്താ റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിന്റെ ER ആ കേട്ടോ. ഇതിനകത്ത് ഇത് കണ്ടോ? ഫീൽഡുകൾ തന്നിരിക്കുന്നത്, എൻറ്റിറ്റീസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, ആട്രിബ്യൂട്ടുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ER ഡയഗ്രത്തിന്റെ നൊട്ടേഷൻസ് എന്തൊക്കെയാ? റെക്ടാങ്കിൾ ഉണ്ട്. റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? എൻറ്റിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? എലിപ്സ് സിമ്പൽ ഉണ്ട്. എലിപ്സ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആട്രിബ്യൂട്ടുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഡയമണ്ട് സിമ്പൽ ഉണ്ട്. ഡയമണ്ട് സിമ്പൽ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? റിലേഷൻഷിപ്പിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ലൈൻസ് ഉണ്ട്. അത് എന്തിനെ ആയിരിക്കും? ലിങ്ക് ആട്രിബ്യൂട്ട് ടു എൻറ്റിറ്റി ടൈപ്പ് ആൻഡ് എൻറ്റിറ്റി ടൈപ്പ് വിത്ത് അനദർ റിലേഷൻഷിപ്പ് ടൈപ്പ്. ഓക്കെ. അതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി, അതായത് എൻറ്റിറ്റീസും ആട്രിബ്യൂട്ടുകളും തമ്മിലും പിന്നെ ബാക്കിയുള്ള ആട്രിബ്യൂട്ടുകൾ അതിന്റെ റിലേഷൻഷിപ്പുകൾ തമ്മിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രൈമറി കീ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആട്രിബ്യൂട്ട് അണ്ടർലൈൻഡ് ആയിരിക്കും. ഇനി ഡബിൾ എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്? നിങ്ങൾ DBMS പഠിക്കുന്നത് എന്തായിരുന്നു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
അതായത് നമുക്കിപ്പം ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പൊ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പേഴ്സ് വരാൻ സാധ്യതയില്ലേ? അതായത് 1, 2, 3 മൊബൈൽ നമ്പറുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതെന്താണ്, ഒരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണ്. അതേമാതിരി തന്നെ എന്താ, പിന്നെ നമുക്ക് ഇമെയിൽ ID ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു വാല്യൂ തന്നെ മൾട്ടിപ്പിൾ, അതായത് ഇപ്പൊ അഡ്രസ്സ് വരുമ്പോൾ പെർമനന്റ് അഡ്രസ്സും അങ്ങനെ അഡ്രസ്സുകൾ നമുക്ക് 2 എണ്ണം വരാൻ വേണ്ടി കറന്റ് അഡ്രസ് ഒക്കെ നമുക്ക് ഡിഫറെന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ, അതായത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ആട്രിബ്യൂട്ട് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡബിൾ എലിപ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ER ഡയഗ്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോ ഇവിടെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എൻറ്റിറ്റി വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നതാ വേണമെന്ന് പറഞ്ഞത്, എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് റെക്ടാങ്കിൾ ആ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ്ട് ഇവിടെ ഈ റെക്ടാങ്കിൾ കൊടുത്തു. ഓക്കെ, റെക്ടാങ്കിൾ നമ്മൾ കൊടുത്തു. അപ്പൊ ഇതിനകത്ത് എന്നതാ എഴുതേണ്ടത്, ഇതിനകത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്, ഈ റെക്ടാങ്കിളിനകത്തെ വാല്യൂ, ഈ റെക്ടാങ്കിളിനകത്ത് എന്തായിരിക്കും വരുന്നത്, കസ്റ്റമർ അല്ലേ? നമ്മുടെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ ആണ്. അപ്പൊ അതിനകത്ത് എന്തോ കൊടുക്കണ്ടേ, കസ്റ്റമർ എന്ന് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കസ്റ്റമർ. പിന്നെന്താണ്, ഇതിന്റെ ചുറ്റിനും എന്താ ഉള്ളത്, കസ്റ്റമറുടെ എന്ന് പറയുന്നതിന്റെ എന്താ വാല്യൂസ് വരുന്നുണ്ട്. കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളിനകത്തെ വാല്യൂസ്. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് സിമ്പിൾ യൂസ് ചെയ്യുന്നെന്ന് ഇപ്പൊ കണ്ടത്, നമ്മൾ എലിപ്സ് സിമ്പിൾ യൂസ് ചെയ്യുന്നെന്നാണ് കണ്ടത് അല്ലേ? അപ്പൊ ആ എലിപ്സ് സിമ്പിൾ നമ്മൾ ഇനി യൂസ് ചെയ്യുക. അപ്പൊ ആ എലിപ്സ് സിമ്പിളിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുക, ഈ പറഞ്ഞ നമുക്ക് കൊടുക്കേണ്ട വാല്യൂസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എലിപ്സ് സിമ്പിൾ എടുത്തു, ഇതേണ്ട ഇവിടെ നമുക്ക് എന്താണോ കൊടുക്കേണ്ടത്, ഇപ്പൊ കസ്റ്റമർ ID ആണ് കസ്റ്റമർ ID, നെയിം ആണ് നെയിം, ആഡ്, അങ്ങനെ എന്താണ് ഓരോന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് എന്നാ കൊടുക്കാൻ പറ്റും, CUST_ID. അപ്പം ഇതെന്താണ്, ഒരു പ്രൈമറി കീ ഫീൽഡ് ആണ് അല്ലെ? അപ്പൊ പ്രൈമറി കീ ഫീൽഡ് വരുമ്പോഴേക്കും അത് എന്തുണ്ടായിരിക്കും, അണ്ടർലൈൻ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ കണ്ടില്ലേ? അപ്പൊ അതിങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, CUST_ID, പിന്നെന്താണ് അതിന്റെ അടിയിൽ നമ്മൾ എന്തും കൊടുത്തിട്ടുണ്ട്, ഒരു അണ്ടർലൈനും നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രൈമറി കീ ഫീൽഡിനെ ആയിരിക്കും ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സാധാ നമുക്കൊരു നെയിം ഫീൽഡ് എങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കണമെന്നുണ്ട് എന്താണ്, അടുത്ത ഇത് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്നാ കൊടുക്കാം, നമുക്ക് നെയിം കൊടുക്കാം. ഇവിടെ നെയിം കൊടുത്തു. അപ്പൊ അത് വെറുതെ കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പൊ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി എങ്ങനെയാണോ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ക്യാപിറ്റൽ ആണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. അതായത് ഡേറ്റാ ബേസിനകത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വേണം ഇവിടെയും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്തുവാ വരുന്ന അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത്, നെയിം കഴിഞ്ഞിട്ട് ഇനി എന്താ വരുന്നത്, നെയിം കഴിഞ്ഞിട്ട് അഡ്രസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അടുത്ത എലിപ്സ് വരയ്ക്കുക. അവിടെ നമുക്ക് എന്നാ കൊടുക്കാം, അഡ്രസ് കൊടുക്കാം. അപ്പം ADD എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അത് കൊടുത്തു. പിന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്ന എന്താണ്, അഡ്രസ് കഴിഞ്ഞിട്ട് നമുക്ക് മൊബൈൽ നമ്പർ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം ജസ്റ്റ് ഒന്ന് കൊടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് എന്നാ കൊടുക്കാം, മൊബൈൽ നമ്പർ MOB എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഫീൽഡുകളാണ് നമുക്കുള്ളത്. അപ്പൊ ആ ഫീൽഡുകളെല്ലാം 1 by 1 ആയിട്ട് നമ്മൾ കൊടുത്തു. ഇനി എന്താണ്, ഇത് തമ്മിൽ കണക്ഷൻ ലിങ്ക് ചെയ്യണ്ടേ? അപ്പൊ ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തോ യൂസ് ചെയ്യുന്നത്, വെറുതെ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്യുന്നത്. കണ്ടോ, വെറും ലൈൻ നമ്മൾ യൂസ് ചെയ്തേച്ചാൽ മതി. എങ്ങനെ ലിങ്ക് ചെയ്യുക, ഇത് കണ്ടോ, ഇങ്ങനെ കൊടുത്തേച്ചാ മതി. അപ്പൊ എന്തായി, അപ്പം ഇത് വരയ്ക്കാൻ നിങ്ങൾ ഈ വേർഡ് ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ. വിസിയോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം വരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് തിയറി പോർഷനിൽ എക്സാമിന് വരുന്നത് കൊണ്ട് വെറുതെ ഞാൻ ഇതിങ്ങനെ വരച്ച് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ഒരു എൻറ്റിറ്റിയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ERന്റെ ഒരു എക്സാമ്പിളാ. അതിനകത്ത് ഒരു പോർഷൻ ആണ് ഈ വരച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കസ്റ്റമർ എന്താ, നമ്മുടെ റെക്ടാങ്കിളിനകത്തുള്ള സാധനം എന്താന്നായിരുന്നു നമ്മൾ പറഞ്ഞത്, എൻറ്റിറ്റി. ഓക്കെ, അതിനകത്ത് എലിപ്സ് സിമ്പിളിനകത്ത് കിടക്കുന്ന എന്താണ്, ആട്രിബ്യൂട്ട്. അപ്പൊ നമ്മളിപ്പോ എന്താണ്, ഒരു എൻറ്റിറ്റിയുടെ നമ്മളിപ്പോ വരച്ചു.
ഇതുപോലെ എല്ലാത്തിന്റെയും നമ്മൾ വരയ്ക്കുക. പിന്നെ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഈസിയാ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നോ? എന്താ അഗ്രിഗേഷനും അസോസിയേഷനും ഒക്കെ റിലേഷൻഷിപ്പുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നു? അപ്പൊ അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ ഇത് തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഡയമണ്ട് സിമ്പൽ നമുക്ക് യൂസ് ചെയ്ത് അതിനകത്ത് എന്ത് റിലേഷൻഷിപ്പ് ആണ് വരുന്നത് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഒരെണ്ണേ ആയുള്ളൂ. ഇതുപോലെ എല്ലാം വരച്ചിട്ട് അത് തമ്മിലുള്ള കണക്ഷൻസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് എന്ത്. അപ്പം ഈ കസ്റ്റമർ ഐ ഡി വിത്ത് അണ്ടർസ്കോർ നമ്മൾ എന്തിനെ കൊടുത്തിരിക്കണം? പ്രൈമറി കീനെ കാണിക്കാൻ കൊടുത്തിരിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ERന്റെ എക്സാമ്പിൾ വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എന്താ റെയിൽവേ റിസർവേഷന്റെ കൊടുത്തിരിക്കുന്നതെന്ന് കാണിക്കാം. നമുക്ക് അല്ലാതെ ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാ കേട്ടോ. കാരണം ഇവിടെ നോക്കി, ഇത് വിസിയോ യൂസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. അതായത് ഇത് ഇത്രയും വൃത്തിക്കിരിക്കുന്നത്. ഇതിനകത്ത് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ടേബിൾ ഉണ്ട്. അതിനകത്ത് ട്രെയിൻ നമ്പർ ഉണ്ട്, ട്രെയിനിന്റെ നെയിം ഉണ്ട്, റൂട്ട് ഉണ്ട്, നമ്മുടെ ഡെസ്റ്റിനേഷൻ, സോഴ്സ് സ്റ്റേഷൻ, ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് കണ്ടോ ട്രെയിൻ ടൈപ്പിന്റെ ഇടയ്ക്ക് കണ്ടോ ഒരു ഡയമണ്ട് സിമ്പലിനകത്ത് ഹാസ്. അപ്പൊ അത് തമ്മിൽ എന്താണ്? ഹാസ് എ റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ ട്രെയിൻ ക്ലാസ്സും തമ്മിൽ കണ്ടോ ഈസ് എ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡിപ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസി നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ എന്താണോ അത് മനസ്സിലാക്കി അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടെ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്തിനെ വരയ്ക്കുന്നത്? ഒരു ER ഡയഗ്രത്തിനെ നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ER ഡയഗ്രം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ER ഡയഗ്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രൊജക്ടിന്റെ എന്തിനെ നിങ്ങൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യണം? ഡേറ്റാബേസ്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടേബിൾസ് ഐഡന്റിഫൈ ചെയ്യുക, അതിനകത്തുനിന്ന് ഒരു 2-3 ഫീൽഡുകളും ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഒരു ER വരയ്ക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടായിരിക്കും? ആട്രിബ്യൂട്ടുകളും എൻറ്റിറ്റീസും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അപ്പൊ ഡേറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്തിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ? ER ഡയഗ്രത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ER ഡയഗ്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്? അപ്പൊ ഒന്ന് എൻറ്റിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് റെക്ടാംഗിൾ യൂസ് ചെയ്യുന്നു, റിലേഷൻഷിപ്പിനെ കാണിക്കാൻ ഡയമണ്ട് സിമ്പിൾ യൂസ് ചെയ്യുന്നു, വീക്ക് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡബിൾ റെക്ടാംഗിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എലിപ്സ് യൂസ് ചെയ്യുന്നു, മൾട്ടി വാല്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ യൂസ് ചെയ്യുന്നത്? ഡബിൾ എലിപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ കണ്ടു. അപ്പൊ അതിനു മുന്നേ എന്താ ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് അല്ലെ ER ഡയഗ്രത്തിന് നമുക്ക് ഒരു ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ER മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ? ഇവിടെ പറയുന്നുണ്ട് ER model allows you to draw database design. It is an easy to use graphical tool for modeling data widely used in database design. അപ്പൊ ഇതെന്താണ്? എന്തിന്റെ ബേസിലാണ്? ഡേറ്റാബേസ് ഡിസൈൻ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൊ എന്താ? എൻറ്റിറ്റീസും അതിന്റെ റിലേഷൻഷിപ്പുകളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? ER ഡയഗ്രത്തിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ER ഡയഗ്രത്തിനകത്ത് എൻറ്റിറ്റീസും ആട്രിബ്യൂട്ടും അതിന്റെ റിലേഷൻഷിപ്പുകളും ആണ് വരുന്നത്. അപ്പൊ ഒരു ER ഡയഗ്രത്തിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്, റിലേഷൻഷിപ്പുകളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുക. എൻറ്റിറ്റി നെയിം എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട് നെയിം എന്ന്. അപ്പൊ എൻറ്റിറ്റി നെയിം നമ്മൾ എവിടെയാ കാണിക്കുന്നത്? റെക്ടാംഗിളില്. ആട്രിബ്യൂട്ട് നെയിം നമ്മൾ എവിടെയാ കാണിക്കുന്നത്? എലിപ്സില്. റിലേഷൻ നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? ഡയമണ്ട് സിമ്പലില്. അപ്പൊ എൻറ്റിറ്റീസ് വരാൻ സാധ്യതയുള്ളത് കണ്ടോ? പ്ലേസ്, പേഴ്സൺ, ഒബ്ജക്ട്, ഇവന്റ് ഓർ കൺസെപ്റ്റ് അബൌട്ട് വിച്ച് ഡേറ്റ ഈസ് ടു ബി മെയിൻറ്റൈൻഡ്. അതാണ് എന്തിനകത്ത് വരുന്നത്? നമ്മുടെ എൻറ്റിറ്റിക്കകത്ത് വരുന്നത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. കാറ്, സ്റ്റുഡന്റ് ഒക്കെയാണ് നമുക്ക് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, ഇനി ആട്രിബ്യൂട്ട് വരുന്നത് എന്താണ്? ആട്രിബ്യൂട്ട് എന്തൊക്കെയാ വരുന്നത്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതായത് ഈ എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടി അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ എന്താണ്? ഇപ്പൊ നമ്മളൊരു പേഴ്സന്റെ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടീസ് അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? അയാളുടെ നെയിം, ID, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേമാതിരി തന്നെ പ്രോപ്പർട്ടീസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് കണ്ടോ, നമുക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്ന എൻറ്റിറ്റീസ് കാറും സ്റ്റുഡന്റും ആണ്. അപ്പൊ അത് വെച്ചിട്ട് കണ്ടോ അതിന്റെ ആട്രിബ്യൂട്ടിന് എക്സാമ്പിൾ തന്നിരിക്കുന്നത് കളർ ഓഫ് ദി കാർ, എൻറ്റിറ്റി നെയിം ഓഫ് ദി സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതായിരിക്കും എന്തിനകത്ത് വരിക? ആട്രിബ്യൂട്ടിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ വരുന്നത്? റിലേഷൻ ഉണ്ട്. അപ്പൊ ഈ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതൊരു വെർബ് ഫ്രേസ് ആയിരിക്കും. അതായത് വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അസോസിയേഷൻ. അതായത് നമ്മുടെ ഈ എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷൻ, അത് അവിടെ എഴുതിയേക്കുന്ന അസോസിയേഷൻ ബിറ്റ്വീൻ ദ ഇൻസ്റ്റൻസ് ഓഫ് വൺ ഓർ മോർ എൻറ്റിറ്റി ടൈപ്പ്.
ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്ന കണ്ടോ? ബ്ലൂ കാർ ബിലോങ്സ് ടു സ്റ്റുഡന്റ് ജാക്ക്. കണ്ടോ? ബ്ലൂ കാർ ബിലോങ്സ് ടു. അപ്പൊ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്താ? ബിലോങ്സ് ടു സ്റ്റുഡന്റ് ജാക്ക്. അപ്പം ഇങ്ങനെ തമ്മിലുള്ള കണക്ഷൻ, ആ അസോസിയേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഡയമണ്ട് സിമ്പൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. എവിടെ വരുന്നത്? ഒരു എൻറ്റിറ്റിക്കകത്ത് വരുന്ന എലമെന്റുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വാട്ട് ഈസ് എൻറ്റിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻറ്റിറ്റീസിന് എക്സാമ്പിളും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എൻറ്റിറ്റീസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ വീക്ക് എൻറ്റിറ്റിക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കിക്കോ. വീക്ക് എൻറ്റിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വീക്ക് എൻറ്റിറ്റി ഈസ് എ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി വിച്ച് ഡസ് നോട്ട് ഹാവ് ഇറ്റ് കീ ആട്രിബ്യൂട്ട്. It can be identified uniquely by considering the primary key of another entity. For that, weak entity set need to have participation. Okay, weak entity does not have its key attribute. അതിനകത്ത് എന്തില്ല? കീ ആട്രിബ്യൂട്ട് ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ആട്രിബ്യൂട്ട് തന്നേക്കുന്നു. അതേപോലെ ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എന്ത് വരുന്ന ER-നകത്ത് വരുന്നത്. അപ്പൊ ഈ നോട്ടൊക്കെ ഞാൻ സെൻഡ് ചെയ്തോളാം. അപ്പം ER നിങ്ങൾക്ക് ER വരയ്ക്കാനാണ് സാധാരണ ചോദിക്കുക. അപ്പം വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ജസ്റ്റ് ഇതാണ്ട് ഇതൊന്ന് നോക്കിക്കേ, ഈ ER ഒന്ന് നോക്കേ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാമേ. ER-ഉം DFD-യും SRSും നമ്മൾ കണ്ടു. ഇനിയിപ്പോ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താ മോഡൽ വരുന്നതെന്ന് നോക്കട്ടെ. ഒന്ന് SRS ഉണ്ട്. അപ്പൊ SRS പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ യൂസ് കേസ് ഡയഗ്രം ഒരിടത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ വേറെ എവിടെയെങ്കിലും യൂസ് കേസ് ഡയഗ്രം വന്നിട്ടുണ്ട്. ഡ്രോ ദ ഡിഫൈൻ യൂസ് എനി ഫോർ സിമ്പിൾസ് യൂസ് ടു ഡ്രോ ദ യൂസ് കേസ് ഡയഗ്രം. വാട്ട് ഈസ് കൊഹിഷൻ കോണ്ടെക്സ്റ്റ് ഡയഗ്രം. DFD നമ്മൾ കണ്ടു. പിന്നെന്തായിരുന്നു?
ഗ്യാൻ ചാർട്ട് ഞാനത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നില്ലായിരുന്നു ഗ്യാൻ ചാർട്ട് എങ്ങനെയാ വരയ്ക്കുന്നത് എന്നുള്ളത്. ഗ്യാൻ ചാർട്ട്, പെഡ് ചാർട്ട്. അപ്പൊ ഗ്യാൻ ചാർട്ട് വരയ്ക്കുമ്പോൾ എന്തോ അതിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലെ ഫേസുകളില്ലേ, അത് യൂസ് ചെയ്താൽ മതി. ഏത് ഫേസ് ഉണ്ടായിരുന്നു, എത്ര ഫേസ് ഉണ്ടായിരുന്നു, നമ്മൾ 6 ഫേസാ പഠിച്ച, ആ ഫേസ് തന്നെ വെച്ചിട്ട് ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുത്തു, അതായത് അതിൽ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും വെച്ചിട്ട് ആ എന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ന് എൻഡ് ചെയ്തു എന്ന് വെച്ചിട്ട് ആ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് വെച്ചിട്ട് ഒരു ബാർ വരച്ചു കൊടുക്കുക. അത്രേ ഗ്യാൻ ചാർട്ട്, പെഡ് ചാർട്ട് വരുമ്പോൾ വരത്തുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ CMM ഒബ്ജക്ട് നോട്ട്സ് കാണില്ല. അപ്പൊ ഒരിടത്ത് യൂസ് കേസ് ചോദിച്ചിട്ടുണ്ട്. ഗ്യാൻ ചാർട്ട്, പെഡ് ചാർട്ട് ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് പിന്നെ ഗ്യാൻ ചാർട്ട് 4 ഓൾറെഡി SRS ഉണ്ട്. പിന്നെ ടൈപ്പ് മോഡൽ DFT ഗ്യാൻ ചാർട്ട് 2 ERD ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 10 മാർക്ക്. നെസസറി അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ER വരയ്ക്കുമ്പം എന്തും കൂടെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. വെറുതെ ER വരച്ചിട്ട് കാര്യമില്ല, അതിന് മുന്നേ അതിന്റെ ടേബിൾസ്, ഡേറ്റാബേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് വരയ്ക്കാൻ പാടുള്ളൂ, ER വരയ്ക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഒരു എന്താ വെറുതെ ചുമ്മാ ഒരു ഡയഗ്രാം വരച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡേറ്റാബേസ് പറഞ്ഞു തന്നത്. അപ്പൊ അവർ പറയുന്നുണ്ട് മേക്ക് നെസസറി അസംഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഒന്ന് ചോദിച്ചിരിക്കുന്ന യൂസ് കേസ് ഡയഗ്രം ആണ്. അപ്പൊ നെക്സ്റ്റ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം, യൂസ് കേസ് ഡയഗ്രത്തിനെ പറ്റി. അപ്പൊ എന്താന്നായിരുന്നു നമ്മൾ പഠിച്ച യൂസ് കേസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ UML, യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അതിനകത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് യൂസ് കേസ് ഡയഗ്രാം. അതായത് നമ്മൾ യൂസ് കേസ് ഡയഗ്രാം കണ്ടു, ക്ലാസ് ഡയഗ്രാം കണ്ടു, അങ്ങനെ പല ഡയഗ്രാംസ് നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഈ യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ, അതായത് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ, ഇല്ലുസ്ട്രേറ്റ് ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ യൂസേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ആൻഡ് എ സിസ്റ്റം. അതായത് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ സോഫ്റ്റ്വെയർ. ആ സിസ്റ്റവും യൂസേഴ്സും തമ്മിൽ ഇന്ററാക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്, ഈ യൂസ് കേസ് ഡയഗ്രത്തിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് എങ്ങനെയായിരിക്കും, അല്ലെ അതിന് വരുന്ന സ്പെസിഫൈഡ് ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയായിരിക്കും, അല്ലെ യൂസർ എങ്ങനെയായിരിക്കും ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്, ആ ഒരു റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രത്തിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂസ് കേസ് ഡയഗ്രത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള നൊട്ടേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് ആക്ടർ ഉണ്ട്, യൂസ് കേസ് ഉണ്ട്, സിസ്റ്റം ബൗണ്ടറി ഉണ്ട്. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ആക്ടർ, യൂസ് കേസ്, സിസ്റ്റം ബൗണ്ടറി, അത്രയാണ് എന്തിനകത്ത് വരുന്നത്, നമ്മുടെ യൂസ് കേസിനകത്ത് വരുന്നത്. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ഷെയർ ചെയ്യാം.
ഇത് യൂസ് കേസിന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടോ യൂസ് കേസ് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ വരുന്നത്, ഫസ്റ്റ് ബ്ലോക്കിനകത്ത് മൂന്നാമത്തെ യൂണിറ്റാ വരുന്നത്. ഇതുണ്ട് യൂസ് കേസ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ദിസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ സിസ്റ്റം പിക്ചോറിക്കലി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. യൂസ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം ഈ യൂസ് കേസിനകത്ത് ഇതുണ്ട് 3 ടേംസ് യൂസ് ചെയ്യുന്ന യൂസ് കേസ് സെനാരിയോ ആൻഡ് യൂസ് കേസ് ഡയഗ്രാം. പിന്നെ ഇതുണ്ട് അതിന്റെ റൂൾസ്, നമ്മുടെ എൻഡ് യൂസേഴ്സും അതായത് ആക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്, അതായത് ഐഡന്റിഫൈ ഓൾ എൻഡ് യൂസേഴ്സ്. എൻഡ് യൂസേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതിനകത്ത് 3 യൂസേഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് ആക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ആക്ടറിനെയാണ് എന്തെന്ന് പറയുന്നത്, എൻഡ് യൂസർ എന്ന് പറയുന്നത്. അതായത് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിന്, പിന്നെന്താണ് യൂസർ, അങ്ങനെയൊക്കെ ഇല്ലേ, അതാണ് ഈ എൻഡ് യൂസർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് ബിൽഡ് ദ പ്രൊഫൈൽ ഫോർ യൂസർ അക്കോർഡിംഗ് ടു അസൈൻഡ് ടാസ്ക്. പിന്നെന്താണ് ബിൽഡ് എ യൂസ് കേസ് ഫോർ ഈച്ച് റിക്വയർമെന്റ്, ക്രിയേറ്റ് ടെംപ്ലേറ്റ്. അപ്പൊ ടെംപ്ലേറ്റ് അതിലേക്ക് നമുക്ക് പോകണ്ട, എങ്ങനെയാണ് യൂസ് കേസ് വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കണ്ടോ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, ഒന്ന് സിസ്റ്റം ബൗണ്ടറി ഉണ്ട്. അപ്പൊ ആ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം ആൻഡ് റെപ്രസെന്റ് ബൈ എ റെക്ടാംഗിൾ. കണ്ടോ ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ആണ് സിസ്റ്റം ബൗണ്ടറിക്കകത്ത് വരും. പിന്നെ ഇതാണ് ആക്ടറെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ ഇറ്റ് റെപ്രസെന്റ് ദ യൂസർ ഓർ പീപ്പിൾ ഓർ ഡിവൈസ് വിച്ച് ഇന്ററാക്ട് വിത്ത് ദ സിസ്റ്റം. അതായത് ആ സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആരോ അവരെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ആക്ടർ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇറ്റ് ഗീവ് ദ ഇൻപുട്ട് ടു ദി സിസ്റ്റം. പിന്നെന്താണ് ദേ ആർ ഔട്ട്സൈഡ് ഓഫ് ദി സിസ്റ്റം ബൗണ്ടറി. അപ്പൊ കണ്ട ആക്ടറുടെ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. പിന്നെന്താണ് നമുക്ക് വരുന്ന യൂസ് കേസ്, ഇറ്റ് ഷോസ് ദ ഡിസൈഡ് ഫങ്ഷൻസ്. അതായത് നമുക്ക് ഇപ്പൊ ബൗണ്ടറി കണ്ടു, പിന്നെന്താ കണ്ടേ, ആക്ടറെ കണ്ടു, പിന്നെ യൂസ് കേസ്. യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ ഫങ്ഷൻസ് ഇല്ലേ, ഇപ്പൊ ലോഗിൻ ചെയ്യുവാണെങ്കിൽ ലോഗിന്, പിന്നെന്താണ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് അവിടെ ചെയ്യുന്നത്, ആ ഫംഗ്ഷൻസ് ആണ് എന്തിനകത്ത് വരിക, യൂസ് കേസിനകത്ത് വരിക. അപ്പൊ അത് നമ്മൾ എന്ത് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, എലിപ്സ് സിമ്പിൾ യൂസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എന്താണ് വരുന്നത്, അസോസിയേഷൻ. അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അങ്ങനെയാണ് 4 എന്താ ഫംഗ്ഷൻസ് വരുന്നത് നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ കണ്ടത് കേട്ടോ. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള ലിങ്ക്, അതായത് നമുക്ക് ഈ പറഞ്ഞ ആക്ടറും പിന്നെന്താണ് ഈ ഫംഗ്ഷനിലേക്ക് നമുക്കൊരു കണക്ഷൻ വേണ്ടേ അത്. ഇതിനകത്ത് അതേപോലെ തന്നെ ലിങ്ക് കൊടുക്കാൻ വേണ്ടി അഗ്രിഗേഷൻ, അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് അസോസിയേഷൻ റെപ്രസെന്റിംഗ് സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹോൾ ആൻഡ് ഇറ്റ്സ് പാർട്ട്. Okay, it is represented by a line, may be directed, including the labels such as multiplicity and role names. Okay. പിന്നെ ഡിപ്പെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുണ്ട് ഡാഷ്ഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ജനറലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, നമ്മൾ ഒരു ആരോ ഹെഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, നമ്മൾ യൂസ് കേസ്. റിയലൈസേഷൻ ആണെന്നുണ്ടെങ്കിലും ഡാഷ്ഡ് ലൈൻ വിത്ത് ആരോ ഹെഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് കണ്ടോ, ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇത് എന്തിന്റെ യൂസ് കേസ് ഡയഗ്രം ഈ തന്നിരിക്കുന്നത്, ഒരു ഫ്ലൈറ്റ് റിസർവേഷൻ സിസ്റ്റത്തിന്റെ യൂസ് കേസ് ഡയഗ്രം ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ യൂസ് കേസ് കണ്ടോ എന്തൊക്കെയാ തന്നിരിക്കുന്നതെന്ന്. ആക്ടേഴ്സ് ഇവിടെ ആരൊക്കെയാ വരുന്നത്, അഡ്മിനും വരുന്നുണ്ട്, ട്രാവലറും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ 2 ആൾക്കാരാണ് ഇവിടുത്തെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതായത് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്ടേഴ്സ് എന്ന് പറയുന്നത്. യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഫംഗ്ഷനാലിറ്റിനെയാണ് നമ്മൾ യൂസ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടോ യൂസ് കേസ് എന്തൊക്കെയാണ്, ലോഗിൻ ഉണ്ട്, ബുക്ക് ടിക്കറ്റ് ഉണ്ട്, വ്യൂ ബുക്കിംഗ് സ്റ്റാറ്റസ്, വ്യൂ ഫ്ലൈറ്റ് ഷെഡ്യൂള്, ടിക്കറ്റ് ക്യാൻസലേഷൻ, അപ്ഡേറ്റ് ഫ്ലൈറ്റ് ഷെഡ്യൂള്, റിപ്പോർട്ട് ജനറേഷൻ ഒക്കെയാണ് അവിടുത്തെ യൂസ് കേസ് വരുന്നത്. പിന്നെ ആക്ടേഴ്സിനെ തന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ സിസ്റ്റം വരച്ചു വെച്ചിരിക്കുന്നുണ്ട്, യൂസ് കേസ് വരച്ചിരിക്കുന്നത് കണ്ടോ. അഡ്മിൻ ചെയ്യുന്ന കാര്യങ്ങൾ ആണ് എന്ത് ആദ്യമേ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അഡ്മിൻ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്, അപ്ഡേറ്റ് ഫ്ലൈറ്റ് ഷെഡ്യൂള്, പിന്നെ എന്താ ചെയ്യുന്നത്, ജനറേറ്റ് റിപ്പോർട്ട്, പിന്നെ അഡ്മിൻ എന്നാ ചെയ്യുന്നത്, ലോഗിൻ. അതാണ് ആര് ചെയ്യുന്ന കാര്യങ്ങൾ, അഡ്മിൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അഡ്മിൻ മാത്രമാണ് ലോഗിൻ ചെയ്യുന്നത്. നമുക്ക് ട്രാവലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസ് കേസ് വരുന്നുണ്ട്, അയാളും എന്ത് ചെയ്യുന്നുണ്ട്, ലോഗിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടോ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതേമാതിരി അതായത് യൂസ് കേസിന് എല്ലാം ആണ് നമ്മൾ എന്തിനകത്ത് കൊടുത്തിരിക്കുന്നത്, റെക്ടാംഗിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്, സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ബൗണ്ടറി എന്ന് പറയുന്നത്. കണ്ടോ യൂസ് കേസുകൾ എല്ലാം ഒരു റെക്ടാംഗിളിനകത്തല്ലേ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം ബൗണ്ടറി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ റിസർവേഷൻ ക്ലർക്ക്, അതായത് 3 ആക്ടേഴ്സ് ആണ് ഇപ്പൊ ഇതിനകത്ത് വരച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് അഡ്മിൻ ഉണ്ട്, റിസർവേഷൻ ക്ലർക്ക് ഉണ്ട്, ട്രാവലർ ഉണ്ട്. അപ്പൊ അഡ്മിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടോ കണക്ട് ചെയ്തിരിക്കുന്നു, യൂസ് കേസുമായിട്ട് കണക്ട് ചെയ്തു. പിന്നെന്താണ് റിസർവേഷൻ ക്ലർക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അയാളും ലോഗിൻ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് വ്യൂ ബുക്കിംഗ് സ്റ്റാറ്റസ് വ്യൂ ചെയ്യുന്നുണ്ട്. അത് ആരൊക്കെ വ്യൂ ചെയ്യുന്നുണ്ട്, റിസർവേഷൻ ക്ലർക്കും അതേപോലെ തന്നെ ട്രാവലറും അത് വ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് വ്യൂ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഉണ്ട്. പിന്നെന്താണ് ബുക്ക് ടിക്കറ്റ് ഉണ്ട്. പിന്നെന്താണ് ടിക്കറ്റ് ക്യാൻസലേഷൻ ഉണ്ട്. കണ്ടോ. അപ്പൊ ടിക്കറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ആരാണ്, ട്രാവലർ അല്ല, റിസർവേഷൻ ക്ലർക്ക് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഒരു യൂസ് കേസ് ഡയഗ്രാം വരയ്ക്കുന്നത്.
ഓക്കെ, അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പം എന്താണ് ഒരു ഷോപ്പിംഗ് സിസ്റ്റത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊഡ്യൂൾ ആദ്യമേ കൺസിഡർ ചെയ്യുക. അതായത് അഡ്മിന് യൂസറും ആണെന്നുണ്ടെങ്കിൽ അഡ്മിന് യൂസറുമാണ് ഇവിടുത്തെ ആക്റ്റീവ് ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിന്റെ യൂസ് കേസ് ഡയഗ്രം വരയ്ക്കാൻ പറയുവാണെങ്കിൽ കേട്ടോ, അഡ്മിന് വരും യൂസർ വരും. അപ്പൊ അഡ്മിൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അഡ്മിൻ ലോഗിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കാറ്റഗറീസ് ആഡ് ചെയ്യുന്നുണ്ട്, ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്, അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ, ഓർഡർ വ്യൂ ചെയ്യുന്നുണ്ട്, അതൊക്കെ അഡ്മിൻ ചെയ്യുന്നുണ്ട്. യൂസർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഓർഡർ ചെയ്യുന്നുണ്ട്, പേയ്മെന്റ് ചെയ്യുന്നുണ്ട്, ഐറ്റംസ് വ്യൂ ചെയ്യുന്നുണ്ട്, കാർട്ടിൽ ഇടുന്നുണ്ട്, ലോഗിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസർ ചെയ്യുന്ന ഫങ്ഷൻസ് അതാണ് എവിടെ കൊടുക്കേണ്ടത്? സിസ്റ്റത്തിനകത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മൾ എന്തിനാ വരയ്ക്കുക? ഒരു യൂസ് കേസിനെ വരയ്ക്കുക. അപ്പം ഇവിടെ സിമ്പിൾസ് ഒക്കെ നിങ്ങൾ ഐഡന്റിഫൈ നമുക്ക് ആ സിമ്പിൾ ഓരോന്നും എങ്ങനെയാണ് എന്തിനാണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ എളുപ്പമാണ്, അപ്പൊ നോക്കി വെക്കുക കേട്ടോ. ഡയഗ്രാംസ് ഒത്തിരി വരുന്നുണ്ട്, അതുകൊണ്ട് സിമ്പിൾസ് ഒന്നും മാറി പോവരുത്. അപ്പൊ ഇതാണ് നമ്മുടെ യൂസ് കേസ് ഡയഗ്രാം വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാ വരുന്നത്? നെക്സ്റ്റ് ഗ്യാൻ ചാർട്ട് ആയിരുന്നു അല്ലേ? അപ്പൊ ഗ്യാൻ ചാർട്ട് ഇത് ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിന്റെയാണ്. അപ്പൊ ഗ്യാൻ ചാർട്ട് നിങ്ങൾ മറന്നു പോയെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ അത് എടുത്ത് കാണിച്ചു തരാവേ. ഗ്യാൻ ചാർട്ട് ഇതുണ്ട്. ഇതാണ് ഗ്യാൻ ചാർട്ടിന്റെ വരുന്നത്. അപ്പൊ ഗ്യാൻ ചാർട്ട് ഇത് എല്ലായിടത്തും നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ ഇതിനകത്ത് ഫേസുകൾ കൂടുതലാണ്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, ഫീസിബിലിറ്റി സ്റ്റഡി, സിസ്റ്റം സ്റ്റഡി, ടേബിള് ഡിസൈൻ, സ്ക്രീൻ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസുകൾ കൂടുതലാണ്. നിങ്ങൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ കൊടുത്തയച്ചാൽ മതി? എന്തൊക്കെയായിരുന്നു നമ്മുടെ SDLCയുടെ ഫേസുകൾ വരുന്നത്? റിക്വയർമെന്റ് അനാലിസിസ്, ഒന്നാമത്തെ എന്ത് കൊടുക്കുക? അതായത് ആ മേളിലെ ഹെഡിങ്ങുകൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയാ വരുന്നത്? ID ഉണ്ട്, ടാസ്ക് നെയിം ഉണ്ട്, സ്റ്റാർട്ട് ഉണ്ട്, ഫിനിഷ് ഉണ്ട്, ഡ്യൂറേഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ബാർ ചാർട്ട് വരയ്ക്കുക. അപ്പൊ അതിന് ആ കോളത്തിന് പ്രത്യേകിച്ച് നെയിം ഒന്നും കൊടുക്കണ്ട. അത് നിങ്ങൾക്ക് ആ വരുന്ന ഡ്യൂറേഷൻ, അതായത് സ്റ്റാർട്ടും ഫിനിഷും വെച്ചിട്ട് ഡ്യൂറേഷൻ വരുന്നില്ലേ, അത് വെച്ചിട്ട് ആ ബാർ ചാർട്ടിന്റെ ലെങ്ത് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പം എന്തൊക്കെ ഫേസുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും? എന്തൊക്കെ ഫേസാ വരുന്നത്? ഏതൊക്കെ ഫേസുകൾ നമ്മൾ SDLCക്കകത്ത് പഠിച്ചിട്ടുള്ളത്? റിക്വയർമെന്റ് അനാലിസിസ് ഉണ്ട്, പിന്നെന്താണ്? ഡിസൈൻ ഉണ്ട്, പിന്നെന്തുവായിരുന്നു വരുന്നത്? ടെസ്റ്റ് ഉണ്ട്. ഡിസൈൻ കഴിഞ്ഞിട്ട് കോഡിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസ് ഉണ്ട് അല്ലെ? അത്രയും ഫേസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഓരോ ഫേസും 1 by 1 ആയിട്ട് എവിടെ കൊടുക്കുക? ടാസ്ക് നെയിമിന്റെ സ്ഥാനത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് എന്ത് കൊടുക്കുക? സ്റ്റാർട്ട് ഡേറ്റും ഫിനിഷ് ഡേറ്റും. അതായത് ഇപ്പൊ റിക്വയർമെന്റ് അനാലിസിസ് ആണ് എന്ന് തുടങ്ങി എന്ന് തീർന്നു എന്ന് കൊടുക്കുക. എന്നിട്ട് അത് എണ്ണിയിട്ട് ആ ഡ്യൂറേഷൻ എത്ര ദിവസം എടുത്തു എന്നുള്ള അവിടെ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് എന്ന് എൻഡ് ചെയ്തോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നിങ്ങൾ അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഇവിടെയാണ് നോക്കിയേ, ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് 3/3/2023 ടു ഫിനിഷ് എന്നാണ് 10/3/2023 പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ഫീസിബിലിറ്റി സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ്? 11/3/2020. അതായത് 10 മറ്റേത് എൻഡ് ചെയ്തു. പിന്നെ എന്താണ്? നെക്സ്റ്റ് ഡേയിൽ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഓരോന്നും ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഫേസുകൾ ഓരോന്നും കൊടുക്കുക, അതിന്റെ ഡ്യൂറേഷനും കൊടുക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ബാറും ഓരോ കോളത്തിലും വരച്ച് കാണിക്കുക. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറഞ്ഞാൽ ഗ്യാൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്യാൻ ചാർട്ട് വരയ്ക്കുക എന്നുള്ളത്. ആ ഗ്യാൻ ചാർട്ട് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് അറിഞ്ഞിരുന്നാൽ മതി? ആദ്യം ഈ ടേബിളിന്റെ ഹെഡിങ്, അതായത് ഒരു ടേബിൾ വെച്ചിട്ട് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഹെഡിങ് ഓർത്ത് വെക്കുക. പിന്നെ അതിനകത്ത് വരുന്ന ഫേസുകൾ, എന്ന് പറയുന്നത് എന്താ കൊടുക്കുന്നത്? നമ്മുടെ SDLC ഫേസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഫേസുകൾ ഓർത്തിരിക്കുക. അത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ വരയ്ക്കുക? ഗ്യാൻ ചാർട്ടിനെ വരയ്ക്കുന്നത്.
അപ്പൊ ഇനി നമുക്ക് ഡയഗ്രാംസ് അപ്പൊ ഏറെക്കുറെ അതൊക്കെ അത്രയൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ വേറെ ഡയഗ്രാംസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ. പിന്നെ നമ്മൾ ഡയഗ്രാംസ് ഏതൊക്കെയായിരുന്നു പഠിച്ചിരുന്നതെന്ന് ഓർക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഈ പറഞ്ഞതുപോലെ വരത്തില്ലെന്നൊന്നും നമുക്ക് ഒരിക്കലും ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് പഠിച്ചിട്ടുള്ള ഡയഗ്രാംസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാ. അപ്പൊ ഒന്ന് നമ്മൾ യൂസ് കേസ് നമ്മൾ കണ്ടു. യൂസ് കേസ് വന്നിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു? പിന്നെ നമുക്ക് വരുന്ന ഇതുണ്ടോ, ക്ലാസ് ഡയഗ്രാം ആ പിന്നെ ഉള്ള ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലാസ് ഡയഗ്രാം വരയ്ക്കണേൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താ, അപ്പൊ സിമ്പലുകളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പൊ ക്ലാസ് ഡയഗ്രാം വരയ്ക്കണ ഇത് കണ്ടോ, ഇതേപോലെ ഒരു എക്സാമ്പിൾ ആണ് ക്ലാസ് ഡയഗ്രത്തിന്റെ തന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ഒരു റെക്ടാങ്കിൾ, അതിനെ നമ്മൾ പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പൊ അതിനകത്ത് എന്തൊക്കെ പാർട്ടുകളാണ് വരുന്നത്, നെയിമും ആട്രിബ്യൂട്ടും ഓപ്പറേഷനും. അപ്പൊ നെയിമും ആട്രിബ്യൂട്ടും ഓൾറെഡി നമ്മൾ പഠിച്ചു എങ്ങനെയാ കൊടുക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ ടേബിൾ ഡാറ്റാബേസ് നമ്മൾ ഡിസൈൻ ചെയ്തില്ലേ. അപ്പം ആ ഡാറ്റാബേസ് ഡിസൈൻ, അപ്പൊ അതിനകത്ത് വരുന്ന എന്ത് കൊടുക്കുക, നെയിം കൊടുക്കുക, ഡാറ്റാബേസിന്റെ നെയിം, അതിനകത്ത് ആട്രിബ്യൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ എന്താണ് ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിനകത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഇല്ലേ, എന്തൊക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അതായത് ഡേറ്റാസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലേ അത്. പിന്നെ നമുക്ക് ഡേറ്റാസിന് എന്നാ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അപ്ഡേഷൻസ് പറ്റും, ഡിലീഷൻസ് പറ്റും. അങ്ങനെ ഒരു ടേബിൾ നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ ടേബിളിനകത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്, അഡീഷന്, ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, അങ്ങനെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണോ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക, ആ ഓപ്പറേഷൻസ് ആണ് എവിടെ നമ്മൾ കൊടുക്കേണ്ടത്, ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഫേസിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂന്നായിട്ട് ആയിരിക്കും നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്യുക, ഒരു ക്ലാസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ ക്ലാസ് ഡയഗ്രാം വരയ്ക്കുന്നത് കേട്ടോ. കണ്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ലൈബ്രറി മെമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അതിനകത്ത് നെയിം, മെമ്പർ ID, അഡ്രസ് എന്ന് പറയും. അപ്പൊ അതിന് മുന്നേ ഒരു ഹൈഫൻ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ ആ ഒരു പ്രൈവറ്റ് മെമ്പർ ആണെന്നാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി പ്ലസ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, പബ്ലിക് ആണ്. അപ്പൊ പബ്ലിക് എന്ന് പറഞ്ഞാൽ, പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ക്ലാസ്സിന് മാത്രമായിരിക്കും അതിന് ആക്സസബിലിറ്റി ഉള്ളത്. പബ്ലിക് എന്ന് പറഞ്ഞാലോ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതായത് പ്രൈവറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നിൽക്കുന്നത് ആ ക്ലാസ്സിന് മാത്രമേ, അതിന്റെ ലൈബ്രറി മെമ്പർ എന്ന് പറയുന്ന ആൾക്ക് മാത്രമേ ആ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതേസമയം പ്ലസ് പബ്ലിക് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ അത് തമ്മിൽ നമുക്ക് എന്ത് കൊടുക്കാം, റിലേഷൻഷിപ്പ് കൊടുക്കാം. അതായത് അസോസിയേഷൻ, അഗ്രിഗേഷൻ, 1-to-1 റിലേഷൻഷിപ്പുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മെനി ഫാക്കൽറ്റീസ് ഉണ്ട്, അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ ആ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്, തമ്മിലുള്ള കണക്ഷൻ വരുമ്പോഴേക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ക്ലാസ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇതും കൂടി ഒന്ന് നോക്കി വെക്കുക, കാരണം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ചോദിക്കത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്ലാസ് ഡയഗ്രാം കൂടെ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് ഡയഗ്രത്തിനകത്ത് കണ്ടോ, സിമ്പിൾ നമ്മൾ കണ്ടു, അതിനെ നമ്മൾ മൂന്നായിട്ട് പാർട്ടീഷൻ ചെയ്തു. എന്തൊക്കെയാ വരുന്നത്, നെയിമും ആട്രിബ്യൂട്ടും ഓപ്പറേഷൻസും ആണ് വരുന്നത്. അപ്പം ഇത് ഒരെണ്ണം മാത്രമല്ല, നമ്മുടെ ഡേറ്റാബേസിനകത്ത് എത്രയെണ്ണം ഞാനിപ്പോ ഒരു ഷോപ്പിംഗ് കാർട്ടിന്റെ കാണിച്ചപ്പോൾ അതിനകത്ത് 8 ഡേറ്റാബേസ് കണ്ടു. ആ 8 ഡേറ്റാബേസ് നമ്മൾ ഇങ്ങനെ കൊടുക്കണം, അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കണം കേട്ടോ. അങ്ങനെ ആയിരിക്കും നമ്മളത് വരച്ചു കൊടുക്കുന്നത്. നോക്കട്ടെ, ഒരെണ്ണം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം. ഒരു മിനിറ്റ്, ക്ലാസ് ഡയഗ്രത്തിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ടോ നോക്കട്ടെ. അപ്പൊ ഞാനൊരു ക്ലാസ് ഡയഗ്രത്തിന്റെ, നിങ്ങളുടെ കറക്റ്റ് കിട്ടുന്നില്ല, ജസ്റ്റ് ഒരു ക്ലാസ് ഡയഗ്രത്തിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം എങ്ങനെയാ വരുന്നതെന്നുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ക്ലാസ് ഡയഗ്രാം വരുന്നത് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ക്ലാസ് ഡയഗ്രാം ഡ്രോ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, യൂസർ, അതിനകത്ത് കണ്ടോ, യൂസർ ID, യൂസർ നെയിം, പാസ്വേഡ്, നെയിം, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഒക്കുപേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ. പിന്നെ അതിന്റെ താഴെ കണ്ടോ, അപ്പം അത് കണ്ടോ 3 പാർട്ടീഷനാണ് വന്നേക്കുന്നത്. ഒന്ന് അതിന്റെ നെയിം ഉണ്ട്, അതിന്റെ ആട്രിബ്യൂട്ടുകൾ ഉണ്ട്, പിന്നെ അതിന്റെ ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ്, ആഡ്, ഡിലീറ്റ്, ലോഗിൻ, ലോഗൌട്ട്, അപ്ഡേറ്റ്. കണ്ടോ, അപ്പൊ അതൊക്കെ എന്താണ്, മെത്തേഡ് ഓപ്പറേഷൻസ്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ കണ്ടോ, അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന അഡ്മിന്റെ ID, യൂസർ നെയിം, പാസ്വേഡ്, അതിനകത്ത് ലോഗിൻ, ലോഗൌട്ട്, ആഡ്, ഡിലീറ്റ്, അപ്ഡേറ്റ്.
അങ്ങനെ കണ്ടോ, തമ്മിൽ കണക്ഷൻസ് നമ്മളെല്ലാം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനായിരിക്കും നമ്മൾ എന്ത് ഡ്രോ ചെയ്യുന്നത്, ഒരു ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ക്ലാസ് ഡയഗ്രത്തിന്റെ മോഡൽ വരുന്നത് കേട്ടോ. ഈ വരച്ചു വെച്ചിരിക്കുന്ന അത്ര കറക്റ്റ് അല്ല, ഇതിനകത്ത് ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇതിനകത്ത് ഡിപ്പെൻഡൻസീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ഈ കൊടുത്തു വെച്ചിരിക്കുന്ന കണക്ഷൻ എന്ന് പറഞ്ഞ ഡിപ്പെൻഡൻസി, നമുക്ക് അസോസിയേഷൻ, അഗ്രിഗേഷനും ഡിപ്പെൻഡൻസീസും അങ്ങനെ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതെല്ലാം വെച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കുമ്പോൾ വരയ്ക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിന് മുന്നേ ഈ പറഞ്ഞ ഡിപ്പെൻഡൻസീസ് എന്താണ്, അസോസിയേഷൻ എന്താണ്, അഗ്രിഗേഷൻ എന്താണ്, അതൊക്കെ നിങ്ങൾ DBMS-നകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ മോഡൽസ്. ഇത് കണ്ടോ, വാട്ട് ഈസ് വാട്ടർഫോൾ മോഡൽ, അത് ഒരെണ്ണത്തിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്ത് സ്പൈറൽ മോഡൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ മോഡൽസ് എന്നുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് യൂണിറ്റിലാണെന്ന് ഇതുണ്ട്, ഒരിടത്തുണ്ട് പ്രോട്ടോടൈപ്പ് മോഡൽ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാ, ഇതിനകത്ത് സ്പൈറൽ മോഡൽ ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് കണ്ടോ സ്പൈറൽ മോഡൽ, വാട്ടർഫോളും കൂടെ കമ്പാരിസൺ പോലെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ മോഡൽസ് എന്നുള്ള പോർഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കാര്യവും ക്വസ്റ്റ്യനും ഇല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും കാണത്തില്ല. അപ്പൊ അതും പഠിച്ചോണം കേട്ടോ. വാട്ടർഫോൾ മോഡൽ, സ്പൈറൽ മോഡൽ, പ്രോട്ടോടൈപ്പ്, ഐട്രേറ്റീവ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു ഓർക്കുന്നുണ്ടോ? പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ് ഇപ്പൊ നമുക്ക് മോഡൽസ് വരുന്ന മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിരിക്കും മോഡൽസ് വരുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് മോഡൽസ് മൂന്നാമത്തെ ബ്ലോക്കിലാണ്. മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് മോഡൽസ് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കാതെ എക്സാമിന് പോവരുത് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ടർഫോൾ മോഡൽ, സ്പൈറൽ മോഡൽ ഉണ്ട്, ഐട്രേറ്റീവ് മോഡൽ ഉണ്ട്, പിന്നെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, പ്രോട്ടോടൈപ്പ് മോഡൽ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മോഡൽസ് പഠിച്ചില്ലായിരുന്നു. വേരിയസ് മോഡൽ, വാട്ടർഫോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന, ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്ത മോഡൽ ആയിരുന്നു ഇത്. അപ്പം അത് ഓരോ ഫേസും കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നത്. നമ്മൾ സ്മോളർ പ്രൊജക്ടുകളിലാണ് അത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. കണ്ടോ, ഫേസ് എന്താ, റിക്വയർമെന്റ് അനാലിസിസ്, ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്. കണ്ടോ. പിന്നെ ഐട്രേറ്റീവ് എൻഹാൻസ്മെന്റ്, അത് എങ്ങനെയായിരിക്കും, ഐട്രേറ്റീവ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന ഡയഗ്രാം അല്ലാതെ ഞാനൊരു ഡയഗ്രാം ഒക്കെ കാണിച്ചു തന്നായിരുന്നു ഐട്രേറ്റീവ് മോഡലിന്. അതിനകത്ത് എന്തൊക്കെ തന്നെയാണ് ഫേസുകൾ, നമ്മുടെ ആ SDLC ഫേസുകൾ, അതാണ് ഈ വാട്ടർഫോൾ മോഡലിനകത്ത് ഫേസ് തന്നിരിക്കുന്നതുകൊണ്ടാണ് അവർ ഈ ബ്രാക്കറ്റ് വാട്ടർഫോൾ എന്ന് തന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഓരോ ഫേസും കംപ്ലീറ്റ് ചെയ്തു, നെക്സ്റ്റ് എന്താണ് ഏറ്റവും ലാസ്റ്റ് കംപ്ലീഷൻ സ്റ്റെപ്പിൽ വരുമ്പോഴേക്കും നമ്മളത് റിവ്യൂ ചെയ്യും. അതായത് അതിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ, മോഡിഫിക്കേഷൻസ് ഉണ്ടോ എന്നുള്ള റിവ്യൂ നമ്മൾ കൊടുക്കും. അപ്പൊ അങ്ങനെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യും, നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകും. അതായത് വീണ്ടും ആദ്യം തൊട്ട് ആ പ്രോസസ്സ് നടക്കും. അങ്ങനെ എന്താണ് ഓരോ പ്രാവശ്യം അത് വീണ്ടും വീണ്ടും സ്റ്റാർട്ടിങ് ടു എൻഡ് എക്സിക്യൂഷൻ ചെയ്തോണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഐട്രേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. ഇനി പ്രോട്ടോടൈപ്പ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, നമ്മളൊരു മോഡൽ, ഒരു ഡമ്മി മോഡൽ, നമ്മളൊരു വർക്കിംഗ് മോഡൽ ആക്ച്വൽ സോഫ്റ്റ്വെയറിനെ പോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമായിരിക്കും എവിടെ ചെയ്യുന്നത്, ഈ പ്രോട്ടോടൈപ്പ് മോഡലിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് കണ്ട ക്യുക്ക് പ്ലാന്, ക്യുക്ക് ഡിസൈൻ, ഡെവലപ്പ് പ്രോട്ടോടൈപ്പ്, ഡെലിവർ ടു കസ്റ്റമർ. എന്നിട്ട് അതിന്റെ ബേസിലായിരിക്കും നമ്മൾ ബാക്കി പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. അതായത് ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഡമ്മി മോഡൽ, അതായത് ഓൾറെഡി എങ്ങനെയായിരിക്കും നമ്മളൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാ, അതേമാതിരി തന്നെ നമ്മളൊരു ഡമ്മി മോഡൽ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും എവിടെ ചെയ്യുക, പ്രോട്ടോടൈപ്പിനകത്ത് ചെയ്യുന്നത്. പിന്നെ സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നടക്കുന്നത്, അതിന് പല ഫേസുകളായിരിക്കും വരുന്നത്. എന്തൊക്കെയാണ്, ഫൈനലൈസിങ് ഒബ്ജക്റ്റ്, റിസ്ക് ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്, പ്ലാനിങ് ഉണ്ട്. അതായത് സ്പൈറൽ മോഡൽ ആയിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. കണ്ടോ, 4 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പൊ അതിനകത്ത് എന്തൊക്കെയുണ്ട്, ആദ്യം
ഒബ്ജക്റ്റീവ് ഉണ്ട്, പിന്നെ ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെന്താ നടക്കുന്നത്, ഡെവലപ്പ് ചെയ്യുക, പിന്നെ പ്ലാൻ ദ നെക്സ്റ്റ് ഫേസ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്, സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ റാഡ് അപ്രോച്ച് ആണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ്, സ്പൈറൽ മോഡല്, ഐട്രേറ്റീവ് മോഡല്, പ്രോട്ടോടൈപ്പ് മോഡല്, വാട്ടർഫോൾ മോഡല്. കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഏതാ ഇതും ചോദിച്ച് നമ്മളിപ്പോ മച്യൂരിറ്റിയിലെ കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ CMM ഇത് ചോദിച്ചിട്ടുണ്ട്, കണ്ടായിരുന്നോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കോഹിഷനും കപ്ലിങ്ങും പഠിച്ചോണ്ട്, പിന്നെ ടെസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കിക്കോണം കേട്ടോ. സ്ട്രക്ചർ ചാർട്ട് ഒക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചതാ. ബ്ലാക്ക് ബോക്സ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്, ടെസ്റ്റിങ്ങിനകത്ത് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വാട്ട് ഈസ് ടെസ്റ്റിംഗ്, അതിന്റെ നീഡ്സ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. പിന്നെ വാട്ട് ഈസ് കപ്ലിംഗും കോഷനും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ക്വസ്റ്റ്യൻ ആണ് കപ്ലിംഗ് കോഷൻ. അപ്പൊ അത് മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. കപ്ലിംഗും കോഷനും എവിടെ ആയിരുന്നു നമ്മൾ പഠിച്ചേ, എന്തായിരുന്നു കപ്ലിംഗ് ആൻഡ് കോഷൻ ഓർക്കുന്നുണ്ടോ? കപ്ലിംഗും കോഷനും. കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിനകത്ത് വരുന്ന രണ്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കൺസെപ്റ്റുകളാണ് കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറയുന്നത്. അപ്പൊ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫർ ടു ദ ഡിഗ്രി ഓഫ് ഇന്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ two or more modules, classes in a software system. Okay, it measure how closely connected two modules are and how changes to one module affect another. ഓക്കെ, അപ്പൊ കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എന്താ നമ്മുടെ സോഫ്റ്റ്വെയർ ഡിസൈനിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറയുന്നത്. കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നമ്മൾ ചെയ്യുന്നത്, കപ്ലിംഗ് റെഫർ ടു ദ ഡിഗ്രി ഓഫ് ഇന്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ two or more modules or classes in a software system. Okay, to refer the degree of interdependence between two or more modules or classes. Okay, to measure how closely connected two modules and how changes affect the one module to another. ഇപ്പൊ കപ്ലിംഗ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ടൈറ്റ് കപ്ലിംഗ്, ലൂസ്ലി കപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത്, കോഷൻ റെഫർ ടു ദ ഡിഗ്രി ടു വിച്ച് a module or class perform a single or a well-defined task. It measure how well the element within a module or a class work together to achieve a common goal. Okay, so question എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, it measure how well the elements within a module or class work with
ടുഗദർ ടു അച്ചീവ് എ കോമൺ ഗോൾ. അതാണ് എന്തിനകത്ത് പറയാ, കോഴ്സിനകത്ത് പറയാം. അപ്പൊ കോഴ്സിനകത്ത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചായിരുന്നു. പ്രൊസീജിയറിൽ, കമ്മ്യൂണിക്കേഷൻ, ഫംഗ്ഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഇമ്പോർട്ടന്റ് ആണ് കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറയുന്നത്. കപ്ലിംഗ് കോഷനും അതിന്റെ ടൈപ്സും. ഓക്കെ, അപ്പൊ അത് എവിടെ വരുന്ന, സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിനകത്ത് വരുന്നതാണ്. അതായത് ഡിസൈനിങ്ങിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കൺസെപ്റ്റ് ആണ് കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഇതേണ്ടേ, ഇത് കപ്ലിംഗ് ആൻഡ് കോഷൻ ഏത് ബ്ലോക്കാ? എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ബ്ലോക്ക് കേട്ടോ. രണ്ടാമത്തെ ബ്ലോക്കിനകത്ത് ഫസ്റ്റ് യൂണിറ്റിനകത്ത് വരുന്നുണ്ട് കേട്ടോ, കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ടാ വരുന്നതെന്ന് തോന്നുന്നു. മൊഡ്യൂൾ ലെവൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്, അതായത് മൊഡ്യൂളിനകത്ത് നമ്മൾ പറയുന്ന കാര്യമാണ് ഈ കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം 1.5.2 മൊഡ്യൂൾ ലെവൽ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുടെ രണ്ടാമത്തെ ബ്ലോക്കിൽ 11ാമത്തെ പേജിൽ കിടപ്പുണ്ട്. കപ്ലിംഗ് ആൻഡ് കോഷൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം. കപ്ലിംഗ് ആൻഡ് കോഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ടെസ്റ്റിംഗ് ആയിരുന്നു. ടെസ്റ്റിംഗ് നമ്മൾ എവിടെ ആയിരുന്നു പഠിച്ചത്? പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് 3ാമത്തെ ബ്ലോക്കിലായിരുന്നോ? നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റിംഗ് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. രണ്ടാമത്തെ ബ്ലോക്കിൽ ലാസ്റ്റ് മൊഡ്യൂൾ ആണെന്ന് തോന്നുന്നു ടെസ്റ്റിംഗ് വരുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പോട്ടെ, ലാസ്റ്റ് യൂണിറ്റ്. അപ്പം ആ ടെസ്റ്റിംഗും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ടെസ്റ്റ് കേസ് പഠിച്ചായിരുന്നു, ഡിഫറെന്റ് ടൈപ്പ് ടെസ്റ്റിംഗ് പഠിച്ചായിരുന്നു. ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗും അതേപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലായിരുന്നു. അപ്പൊ ആ ടെസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചോണം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിന്റെ ടൂളുകൾ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. കണ്ടോ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്. അപ്പം രണ്ടാമത്തെ യൂണിറ്റിനകത്ത് ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ് കണ്ടോ, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, ആര് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അത് ഡെവലപ്പർ ചെയ്യുന്നത് എന്തായിരുന്നു? വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്ന ആരാണ്? ഡെവലപ്പർ ആണ്. കാരണം എന്താണ്? ഇന്റേണൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സോഴ്സ് കോഡിനെ പറ്റി നോളജ് ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാലോ ഫംഗ്ഷനാലിറ്റി ടെസ്റ്റിംഗ് ആയിരിക്കും അവിടെ നടത്തുന്നത്. കണ്ടോ, സിസ്റ്റം ടെസ്റ്റിംഗ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു പോർഷൻ വിട്ട് കളയരുത്. ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് കണ്ടോ, യൂണിറ്റ് ടെസ്റ്റിംഗ്. അപ്പം എവിടെ വരുന്ന രണ്ടാമത്തെ ബ്ലോക്ക്, രണ്ടാമത്തെ ബ്ലോക്കിൽ 3ാമത്തെ യൂണിറ്റ്, പേജ് നമ്പർ എത്ര? 30ാമത്തെ പേജ് കേട്ടോ. രണ്ടാമത്തെ ബ്ലോക്കില് 3ാമത്തെ യൂണിറ്റ് 30ാമത്തെ പേജ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചോണം. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്, ഇതിന്റെ താഴോട്ട് വരുന്നുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ആൽഫ ടെസ്റ്റ്, ബീറ്റ ടെസ്റ്റും ഒക്കെ ഇതിന്റെ താഴെ പറയുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കാതെ എക്സാമിന് പോവരുത്. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതൊക്കെ കണ്ടോ. അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റിൽ ഈ ടെസ്റ്റിംഗ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 4ാമത്തെ യൂണിറ്റും കൂടെ ഒന്ന് കവർ ചെയ്തോണം. എങ്ങനെ ടെസ്റ്റിംഗ് ടൂളും നമ്മൾ ടെസ്റ്റ് കേസുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് 4ാമത്തേതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ. അപ്പം ഇത് വിട്ടാലും ആ 3ാമത്തെ യൂണിറ്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. 3ാമത്തെ യൂണിറ്റ് മൊത്തം പഠിക്കാനല്ല ഞാൻ പറയുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനകത്ത് എന്താ വന്നിരിക്കുന്നത്? ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് എന്നുള്ള ആ പോർഷൻ തൊട്ടിട്ട് അത് തീരുന്നിടം വരെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ.
ഓക്കെ, പിന്നെന്താ? ഈ ഒന്നാമത്തെ യൂണിറ്റിനകത്താണ് ഡേറ്റ ഡിക്ഷണറീസും അതേപോലെ തന്നെ സ്ട്രക്ചർ ചാർട്ടും ഒക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഡേറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ, നമ്മുടെ ഡേറ്റാബേസ് തന്നെ കേട്ടോ. ഡേറ്റ ഡിക്ഷണറീസ് ഈസ് ദ റിപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റ സച്ച് ഐറ്റംസ് സച്ച് ആസ് ഒറിജിൻ ഓഫ് ഡേറ്റാസ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിരിക്കുന്നുണ്ടോ. അപ്പൊ അതിനകത്ത് എന്തൊക്കെയായിരിക്കും അതിനകത്ത് വരുന്നത്? കമ്പോണൻസ്, ഡേറ്റ എലമെന്റ്സ്, അതിന്റെ സ്ട്രക്ചറും പ്രോസസ്സും സ്റ്റോറും കണ്ടോ. ഐഡി ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, അലിയാസ് നെയിം ഉണ്ടായിരിക്കും, ഡിഫോൾട്ട് വാല്യൂ ഉണ്ടായിരിക്കും, ലെങ്ത്, ഡിസ്ക്രിപ്ഷൻ, ഡേറ്റ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. അതാണ് നമ്മുടെ ഡേറ്റാ ബേസ്. അതായത് ഡേറ്റാ ബേസ് നമ്മുടെ ടേബിളിൽ വരുന്നില്ല, അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇവിടെ ഇതുണ്ട്, ഇവരൊരു മോഡൽ കാണിച്ചിട്ടുണ്ട്. ബുക്ക് റെക്കോർഡ് ഈസ് ഈക്വൽ ടു എന്തൊക്കെയാ അതിനകത്ത് വരും? ബുക്ക് ഐ ഡി, ബുക്ക് നെയിം, ഓതർ നെയിം, പബ്ലിഷർ നെയിം കണ്ടോ. അപ്പൊ ഇതായിരിക്കും എന്തെന്ന് പറയുന്ന ഒരു ഡേറ്റാ ബേസ് എന്ന് പറയുന്നത്, അല്ല ഒരു ഡേറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, നോക്കിക്കോണം. പിന്നെ ഇതേണ്ട ഈ ഒരു കാര്യം, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ചാർട്ട്. ഇത് നമ്മൾ കണ്ടായിരുന്നു, സ്ട്രക്ചർ ചാർട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും പഠിച്ചോണം. എലമെന്റ്സ് ഓഫ് സ്ട്രക്ചർ ചാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. സ്ട്രക്ചർ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡികമ്പോസ് ദ ഹൈ ലെവൽ സിസ്റ്റം ഇൻടു മൾട്ടിപ്പിൾ എക്സിക്യൂട്ടബിൾ ടാസ്ക് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പലതായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. സബ് ഡിവൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല എലമെന്റ്സ് നമുക്ക് ഈ പറഞ്ഞ എന്താ സ്ട്രക്ചർ ചാർട്ടിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിന് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, എലമെന്റ്സ് മൊഡ്യൂള് വരുന്നുണ്ട്, പിന്നെന്താണ് അതിനകത്ത് കണ്ടീഷൻ വരുന്നുണ്ട്, ലൂപ്പ് വരുന്നുണ്ട്, പിന്നെ ഡേറ്റ കപ്പിള്, കൺട്രോൾ ഫ്ലോ, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ കണ്ടോ മൊഡ്യൂൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? മെയിൻ മൊഡ്യൂൾ ടു സബ് മൊഡ്യൂള്, മൊഡ്യൂള് എന്താ റെക്ടാംഗിൾ വെച്ചിട്ട് പിന്നെ അതിന്റെ ഡിവിഷൻ വരുന്നുണ്ട്. മെയിൻ മൊഡ്യൂൾ ടു സബ് മൊഡ്യൂളിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ ലൂപ്പ്, ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു സർക്കിൾ അവിടെ വന്നിരിക്കുന്നത്. അതായത് അതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്നുള്ള കണ്ടീഷൻസ് ഡയമണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കപ്പിള്, കപ്പിള് വരുമ്പോഴേക്ക് ഇത് കണ്ടോ, നമ്മൾ ഓപ്പൺ ആരോ വിത്ത് ഓപ്പൺ സർക്കിളും, അതായത് എം ടി സർക്കിളും പിന്നെ ഫിൽഡ് സർക്കിളും ഒക്കെ കൊടുക്കുന്നത്. ഡേറ്റ കപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഷോൺ ആരോ വിത്ത് എം ടി സർക്കിൾ ആയിരിക്കും. കൺട്രോൾ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഫിൽഡ് സർക്കിൾ ആയിരിക്കും, ആരോ വിത്ത് ഫിൽഡ് സർക്കിൾ ആയിരിക്കും. അപ്പൊ അത് കണ്ടോ ഇവിടെ തന്നിരിക്കുന്ന മൊഡ്യൂൾ 2, മൊഡ്യൂൾ 1 ടു മൊഡ്യൂൾ 2 കൺട്രോൾ ഫ്ലോയും ഉണ്ട്, ഡേറ്റ ഫ്ലോയും ഉണ്ട്. കണ്ടോ പാരലോഗ്രാം ആണ് ഇന്റർഫേസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്ന കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ തന്നിരിക്കുന്നത്. ഇവിടെ ഇത് പ്രോസസ് ഓഫ് ഒരു കാൽക്കുലേഷന്റെ ഒരു ബിൽ എമൗണ്ട്, ഹോട്ടൽ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു എന്താ ഒരു പോർഷൻ നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പലതായിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നു, സബ് ഫംഗ്ഷൻസ് ആയിട്ട്. ആദ്യം ടോട്ടൽ ഓർഡർ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, പിന്നെ അതിന്റെ വാല്യൂ ആഡ് ടാക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു, സർവീസ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇനി ഡിസ്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കും നമ്മൾ എന്തിലേക്ക് എത്തുക? ഒരു സ്ട്രക്ചർ ചാർട്ടിലേക്ക് എത്തുക. അപ്പൊ കണ്ടോ ഡയഗ്രം കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. എവിടെ വരുന്നത്? ബ്ലോക്ക് 1-നകത്ത് രണ്ടാമത്തെ യൂണിറ്റ് കേട്ടോ. പിന്നെന്താ, 2024 അതായത് തൊട്ട് കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. കണ്ടോ, ഓൺലൈൻ സ്റ്റഡി സെന്റർ അലോക്കേഷൻ സിസ്റ്റം SRS ചോദിച്ചേക്കുന്നത്. പിന്നെ ഇതുണ്ട് ഐട്രേറ്റീവ് മോഡൽ. കണ്ടോ ഒരേ ഫോർമാറ്റാ പോയിരിക്കുന്നത്. UML വരയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ DFT വരയ്ക്കാൻ വേണ്ടിയിട്ട്, ER വരയ്ക്കാൻ വേണ്ടിയിട്ട്, യൂസ് കേസ് ഡയഗ്രാം കണ്ടോ. പിന്നെ ഈ ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈൻ ഇത് നമ്മൾ പഠിച്ചതാ. അതിന്റെ സ്റ്റാറ്റിക് ഒബ്ജക്ട് മോഡൽ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ബ്ലോക്കിനകത്ത് വരുന്നതാ കേട്ടോ ഇത്. പിന്നെ മച്യൂരിറ്റി ലെവൽ, കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഡിസംബറിന് തൊട്ട് ജൂൺ 2023 വരുന്നത്. ഇനി ജൂൺ 2022, ജൂൺ 2022
ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ SRS ആ ചോദിച്ചേക്കുന്നത്. പിന്നെ വാട്ട് ഈസ് ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ഇൻ എ സോഫ്റ്റ്വെയർ സിസ്റ്റം. പിന്നെന്താണ് ഓൺലൈൻ എക്സാമിനേഷൻ സിസ്റ്റത്തിന്റെ എന്താ മോഡൽ, അതായത് ഏത് മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ഏത് മോഡൽ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഏത് വേണം, നമ്മൾ എന്ത് വേണം അവിടെ പറയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ മോഡൽ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു, വാട്ടർഫോളോ സ്പൈറലും പിന്നെ എന്നായിരുന്നു പ്രോട്ടോടൈപ്പും ഐട്രേറ്റീവും ഒക്കെ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റാതെ. അപ്പൊ വാട്ടർഫോൾ മോഡലൊക്കെ അതായത് ഓരോന്നിനെ കൺസെപ്റ്റ് ഓർത്തിരിക്കണം. വാട്ടർഫോൾ മോഡലിന് അതൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, നമുക്ക് ബാക്കോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് അതിന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തൊട്ട് ചെയ്ത് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അതായത് ഓരോ ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ബാക്കിയുള്ളതിനകത്തൊന്നും അത്രയും പ്രോബ്ലംസ് വരുന്നില്ല. അപ്പം നമ്മൾ ഏത് മോഡലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, ആ മോഡൽ എന്തുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്തു എന്നുള്ള റീസൺ ഉൾപ്പെടെ പറയണം കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡൽ ഈസ് suitable ഫോർ ഡെവലപ്പിംഗ് ഓൺലൈൻ എക്സാമിനേഷൻ സിസ്റ്റം, ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ, ഓൾസോ എക്സ്പ്ലെയിൻ ഇൻ ദ സെലക്ടഡ് മോഡൽ. കണ്ടോ? പിന്നെ കപ്ലിങ്, പിന്നെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി, കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി നമ്മൾ ഇന്നലെ പഠിച്ചതാ, ചോദിച്ചിട്ടുണ്ട്. പിന്നെ DFT വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. പിന്നെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്, അത് നമ്മൾ ഇന്നലെ പഠിച്ചതാ. പിന്നെ യൂസ് കേസ് ഡയഗ്രാം, അത് എന്തിനാ, ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കണ്ടോ യൂസ് കേസ് ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഗ്യാൻ ചാർട്ട് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ. പിന്നെ ഡ്രോ സ്ട്രക്ചർ ചാർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട സാധനം സ്ട്രക്ചർ ചാർട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ യൂണിറ്റ് ടെസ്റ്റിംഗ് ആൻഡ് മൊഡ്യൂൾ ടെസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. പച്ചാർട്ടും ഫ്ലോ ചാർട്ടിന്റെ പ്രൊജക്ട് പ്ലാനിങ്ങിനെ പറ്റി നോട്ട് എഴുതാൻ വേണ്ടി. പിന്നെ വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ എന്തുവാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജൂൺ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ SRS ഉണ്ട്, അതിന്റെ DFT ഉണ്ട്. പിന്നെന്താണ് മെയിൻ്റനൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ യൂസ് കേസ് ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. പച്ചാർട്ട് ചോദിച്ചിട്ടുണ്ട്. DFT 2 ലെവൽ ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ കണ്ട എല്ലായിടത്തും ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ. പിന്നെന്താ ടെസ്റ്റ് കേസ് കണ്ടോ, ടെസ്റ്റ് കേസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ പ്രൊജക്ട് മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ്, അത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ്, അതിന്റെ ടാസ്കും. പിന്നെ ERD ഉണ്ടോ. പിന്നെ 20 കൂടെ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. 2020 ഏതാ ചോദിച്ചേക്കുന്നത്, ഓൺലൈൻ അസൈൻമെന്റ് സബ്മിഷൻ സിസ്റ്റം, പിന്നെ വാട്ടർഫോൾ മോഡൽ, യൂസ് കേസ് ഡയഗ്രാം എന്താണെന്നും, പിന്നെ DFT വരയ്ക്കാന് പച്ചാർട്ട് എന്താണെന്നും, സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, ആപ്ലിക്കേഷൻ ലോജിക്ക്, പിന്നെ നമ്മുടെ ടെസ്റ്റിംഗ് റിഗ്രഷൻ ടെസ്റ്റിംഗ്, മച്യൂരിറ്റി മോഡൽ കണ്ടോ. അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അന്നപ്പം എന്താ പഠിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ, അതായത് നിങ്ങൾ വിട്ട് കളയാതെ പഠിക്കേണ്ട പോർഷൻസ് ആണ്. ഒന്ന് SRS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചോണം. പിന്നെന്താണ് DFT വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോണം. പിന്നെന്താണ് ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതേമാതിരി തന്നെ യൂസ് കേസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് കേസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ER വരയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സ്ട്രക്ചർ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ക്ലാസ് ഡയഗ്രാം നമ്മൾ കണ്ടില്ല, അപ്പൊ അതുകൊണ്ട് അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പറയാൻ എനിക്ക് പറ്റത്തില്ല, കാരണം എങ്ങാനും ചോദിച്ചെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയത്തില്ലേ. അപ്പം അതും കൂടെ ഒന്ന് നോക്കുക, ഡയഗ്രാംസ് എല്ലാം ഒന്ന് നോക്കുക. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടതിനകത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെന്തായിരുന്നു, പിന്നെ തിയറി പോർഷൻസ് വരുമ്പോൾ ഡയഗ്രാം വരുമ്പോഴേക്ക് ഏതൊക്കെയാണ്, DFT ഉണ്ട്, ER ഉണ്ട്, യൂസ് കേസ് ഉണ്ട്, സ്ട്രക്ചർ ചാർട്ട് ഉണ്ട്. പിന്നെന്തായിരുന്നു സ്ട്രക്ചർ ചാർട്ട്, അത്രയും ഡയഗ്രാംസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് മോഡൽസ് ഉണ്ട്. പിന്നെന്തായിരുന്നു ഗ്യാൻ ചാർട്ട് പച്ചാർട്ടും ഡയഗ്രത്തിനകത്ത് വരും. പിന്നെ നമുക്ക് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്ന ടെസ്റ്റിംഗ് ഉണ്ട്. പിന്നെന്തായിരുന്നു ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കപ്ലിംഗ് പോർഷൻ ഉണ്ട്. പിന്നെ കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ ഉണ്ട്. പിന്നെന്തായിരുന്നു നമ്മുടെ ഒബ്ജക്ട് ഓറിയന്റഡ് പോർഷൻ ടച്ച് ചെയ്തിട്ടൊരു എന്താണ് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, അതുണ്ട്.
പിന്നെ എന്നായിരുന്നു, പിന്നെ നമ്മുടെ മോഡലുകൾ, ഡിഫറെന്റ് മോഡൽസ്, അത് പിന്നെ നമ്മുടെ SRS, അത് തിയറി ആയിട്ട് വരുന്നതാ. അപ്പം അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് എക്സാമിന് പോവുള്ളൂ കേട്ടോ. കണ്ട 10 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എക്സാമിന് പോവാ. നമുക്ക് പാസ് ആവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള പേപ്പർ അല്ല, എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നപ്പം എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക കേട്ടോ, നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോവുക. അപ്പൊ ഈ പറഞ്ഞ പോർഷൻസ് ഒക്കെ നിങ്ങൾ കവർ ചെയ്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ആവാം, നല്ല മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. അപ്പൊ എക്സാം എല്ലാം എല്ലാവരും നന്നായിട്ട് എഴുതുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ.